Hey, hello, assalamu alaikum and welcome back to yet another brand new episode of Being Low. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. റമളാനൊക്കെ ആയിട്ട് നമ്മളൊരു റെസിപ്പി ട്രൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. സോ ടുഡേസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഇഫ്താർ കുക്കിംഗ് വ്ളോഗ്. അപ്പം എൻ്റെ ഒരു മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ നോമ്പൂറ്റ് ഇങ്ങനെ ഫുഡ് വ്ളോഗ്സ് ഇരുന്ന് കാണലാണ്. അങ്ങനെ ഞാൻ വിശപ്പ് മാറ്റും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു പേജാണ്. ഷി മേക്ക് ദിസ് അമേസിങ് ഡിഷസ്. കണ്ടാൽ തന്നെ ഭയങ്കര രസമാണ്. സോ അതിൽ കണ്ടുപിടിച്ചൊരു ഡിഷാണ്. വെരി സിമ്പിൾ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സോ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇന്ന് കൊളായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇന്ന് മെമ്പേഴ്സ് കുറവാണ്. ഫിനുവിൻ്റെ വീട്ടിൽ പോയി. അതുകൊണ്ട് ഞാൻ ഈ കക്ക ഉമ്മ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് സ്റ്റീംഡ് ചിക്കൻ മിനി ബൈറ്റ്സ്. അതാണ് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. സാധനം കുറച്ച് ഫാൻസിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി മച്ച് സിമ്പിൾ. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇഫ് ഇൻ കേസ് അത് വിന്നാവുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോയി നോക്കാം. സാധനങ്ങളൊക്കെ ഏറെക്കുറെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ രാവിലെ പോയി നോക്കിയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ ഗൈസ്, നമ്മുടെ ചിക്കൻ സ്റ്റീംഡ് മിനി ബൈറ്റ്സിന് ജീരകശാലന്റെ ആവശ്യമുണ്ട്. അപ്പൊ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 കപ്പോളം ജീരകശാല അരി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് നേരം അങ്ങനെ സോക്ക് ചെയ്ത് നിൽക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഫില്ലിങ് വേണം. അപ്പൊ നമുക്കതിന് മമ്മി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ സമൂസന്റെ ഫില്ലിങ് സെയിം ടു സെയിം. സമൂസക്ക് എന്താണോ നമ്മൾ ഉണ്ടാക്കണേ അതേ ഫില്ലിങ് തന്നെയാണ് ഇതിനും വേണ്ടത്. സോ വി ആർ ഗോണ മേക്ക് ചിക്കൻ ഫില്ലിങ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ ഫില്ലിങ് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഐറ്റംസ് മാത്രം അരിഞ്ഞു വെച്ചാൽ മതി. അതിൽ ഞാനിപ്പോൾ 4 ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് വാടണ്ട കേട്ടോ, അത്യാവശ്യം ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമ്മൾ സ്പൈസസിൽ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും സ്പൈസസ് മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏറെക്കുറെ അതേ ഉള്ളൂ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഈസ് ഓൾ സെറ്റ് ടു യൂസ് ഗൈസ്. അടിപൊളിയാണ്. അപ്പോൾ ആ മാവൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിന് ഞാനൊരു 1/2 ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ ഒരു മുട്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമാണ് വേണ്ടത്. ആദ്യം നമ്മൾ മിക്സിയിലേക്ക് ഈ റൈസ് സോക്ക് ചെയ്തത് ഇടുക, പിന്നെ നമ്മുടെ തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇടുക, പിന്നെ നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് മതിയാവും കേട്ടോ ഈ ഒരു കണക്കിന്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, എൻ്റെ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഈ ഒരു പരുവം ആണ് കണക്ക്, ഇതാണ് കൺസിസ്റ്റൻസി. ഈ ഒരു തിക്നെസ് വേണം കേട്ടോ, കാരണം നമ്മളിനി ഇഡ്ഡലി പോലെയാണ് ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മാവൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രം എടുക്കുക. ആസ് യൂഷ്വൽ നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച്, കാരണം അത് അതിൽ നിന്ന് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതൊക്കെ തേച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ലിറ്റിൽ ബൈ ലിറ്റിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു പിറ്റ് മൊത്തത്തിൽ നിറയ്ക്കണമെന്നില്ല, കുറച്ച് മതി. കാരണം നമ്മുടെ ഈ ചിക്കൻ ഫില്ലിങ് ഇടുന്ന സമയത്ത് അത് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഒഴിച്ചാൽ മതി മാവ് ഓരോന്നിലും. അങ്ങനെ നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. സോ ഇതിന് കണ്ണപ്പം എന്നും പറയും തോന്നുന്നു അല്ലേ, കണ്ണപ്പം എന്നും പറയും തോന്നുന്നു, അറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റം ആണ് ഇതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓൾസോ പേരും കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിത് റെസിപ്പി പോലെ ട്രൈ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു, കാരണം ആ പാത്രത്തിൽ നിന്ന് വേഗം വേഗം കിട്ടുന്നതിനെ കൊണ്ടേ നല്ല രസമുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ എന്താ പറയുക, ചിക്കൻ സ്റ്റീംഡ് മിനി ബൈറ്റ്സ് ഒക്കെ അടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മുടെ യമ്മി സ്റ്റീംഡ് ചിക്കൻ മിനി ബൈറ്റ്സ് ഇസ് റെഡി. സോ കാണാനൊക്കെ ഗുട്ടൻസ് ഉണ്ട്, തിന്നാൻ ഗുട്ടൻസ് ഉണ്ടോ എന്ന് നോമ്പ് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ യാ
അപ്പം നമുക്കിന്ന് ഇത്രയും ഐറ്റംസ് ആയിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് കുറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ, കാരണം ഇന്ന് സോനൂട്ടൻ ലാൻഡിങ് ആണ് വീണ്ടും. അപ്പം ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കി. ഞാൻ കുറേ അയ്മനോട് തരിക്കഞ്ഞി ഉണ്ടാക്കണം എന്ന് പറയണം, കാരണം നമ്മൾ ഒറ്റ ഇഫ്താറിലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതുവരെ. ഒരു പുതിയപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ലൈം ജ്യൂസ് ആക്കി, വേറെ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഗൈസ് നമ്മൾ നോമ്പ് തുറക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. യമ്മി ചിക്കൻ ബൈറ്റ്സ് റെഡിയാണ്. ഞാൻ വിചാരിച്ച ആ പാത്രത്തിൽ നിന്ന് കിട്ടൂലെന്ന്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ സൂപ്പറാണ്. ഇനി നമ്മൾ നോമ്പ് വന്നിട്ട് കഴിച്ച് നോക്കട്ടെ. വിശക്കുണ്ട്, പള്ളി വെച്ചിട്ടുണ്ട് ഗൈസ്. 6:37 സോ ലെറ്റ്സ് വെയിറ്റ്. ഇനി എല്ലാവരോടും ചോദിച്ച് അഭിപ്രായം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ലെറ്റ്സ് വെയിറ്റ്. എങ്ങനെയുണ്ട് പറയും കാക്ക? സൂപ്പറാ? It's good guys. Restaurant. Super dish. ഞാൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന ദിവസം ഉള്ളൊരു പ്രത്യേകത ഞാൻ കാണിച്ചിട്ടെ. ഒട്ടും പാത്രമല്ലേ ഗൈസ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഞാൻ കഴുകണം. ഇതാണ് എൻ്റെ അമ്മ എന്നോടൊന്നും ഉണ്ടാക്കാൻ പറയാത്തത്, സത്യം. അങ്ങനെ ഗായ്സ് നമ്മുടെ നോമ്പുറൊക്കെ കഴിഞ്ഞു, റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ കൺക്ലൂഷൻ വീഡിയോ എടുക്കണം. അപ്പം നമ്മുടെ റെസിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ സക്സസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഹെൽത്തി ആയിട്ട്. സ്റ്റീംഡ് അല്ലേ, ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്തായാലും കമൻസിൽ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ റെസിപ്പി വീഡിയോസ് വേണമെങ്കിലും അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സീ യു ആൾ ഇൻ ദ വീഡിയോ. ഐ ലവ് യു ആൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്.